ഐറ്റലിന്റെ ഐറ്റൽ A50C എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 5700 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐറ്റൽ A50C എന്നുള്ള സ്മാർട്ട് ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം എടുത്തു വരേണ്ട ഒരു ഫീച്ചറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും ഫിംഗർ പ്രിന്റ് സെൻസർ കാണാറില്ല. ആ ഒരു ടൈമിൽ ഇതിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ തിരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പം ഡിസ്പ്ലേ കാര്യത്തിൽ 6.6 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. ഫുൾ HD റെസൊല്യൂഷൻ ഒന്നും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം HD റെസൊല്യൂഷൻ ഓക്കെയാണ്. LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊക്കെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് പഞ്ചോൾ ഡിസൈൻ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കൂടിയ റിഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഫോണിൽ വരുന്നുള്ളൂ. അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെയാണ്. പിന്നെ ഡൈനാമിക് ബാർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് iPhone 15 സീരീസിലേതുപോലെ ആയിരിക്കും നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരിക. ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചിന്റെ അവിടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഫീച്ചറാണ് അത്. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫോണിന്റെ തിക്നെസ് വരുന്നത് 9.4 mm ആണ്. ഈ ഒരു ഫോണിന്റെ സഫയർ ബ്ലാക്ക്, അതുപോലെ തന്നെ ഡോൺ ബ്ലൂ, പിന്നെ മിസ്റ്റി അക്വ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ യൂണി SoC T603 എന്ന പ്രോസസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസറാണ്. 5700 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു പ്രോസസറാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോവേണ്ടതാണ്. മികച്ചൊരു പെർഫോമൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. പക്ഷെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഓക്കെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രോസസറൊക്കെ തന്നെയാണ്. പിന്നെ 5G സപ്പോർട്ടൊന്നും ഇതിലില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം നമുക്ക് 5G സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. പിന്നെ ഈ ഫോണിൽ 2GB റാം കൊടുത്തിട്ടുണ്ട്. 32GB ഇന്റേണലും വരുന്നുണ്ട്. പിന്നെ സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 3.5 mm മോഡി ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള ഗോഡിഷൻ സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഗോഡിഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസർ അത്ര പവർഫുൾ അല്ലാന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ റാം ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഹാങ്ങും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡിന്റെ ഒരു ലൈറ്റ് വെർഷൻ ആണ് സോഫ്റ്റ്വെയറിൽ കൊടുക്കാറ്. അതാണ് ഈ ഒരു ഗോഡിഷൻ സോഫ്റ്റ്വെയർ. അങ്ങനെയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ പിന്നിൽ 8 MP ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഓൺ പേപ്പർ ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ആണ് ഇതിൽ വരുന്നത്. ബാറ്ററിയുടെ കാര്യത്തിൽ 4000 mAh ബാറ്ററി വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബാറ്ററി കപ്പാസിറ്റി കുറവാണ് എന്നുള്ളത് ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയാനും പറ്റില്ല. എന്നാലും ഒരു 5000 mAh ബാറ്ററി ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. പിന്നെ ഇതിൽ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊന്നും വരുന്നില്ല. 10 വാട്ടിന്റെ ചാർജിംഗ് സ്പീഡേ വരുന്നുള്ളൂ. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഇല്ലാത്തത് ഒരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊന്നും ഇപ്പോഴത്തെ ഇതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പ് ഒക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതാണ് തിരക്കില്ലാത്ത ഫീച്ചേഴ്സിന്റെ ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഭയങ്കര നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ചിലർക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാറ്ററി അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. എന്തായാലും ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിന്റെ വില വരുന്നത് 5699 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെയാണ് വരുന്നത്. വിലയും അത്യാവശ്യം കുറഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. അപ്പം അത്യാവശ്യം കുറഞ്ഞ ഒരു പ്രൈസ് റേഞ്ചിൽ ബേസിക് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം ആദ്യമായിട്ടൊക്കെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ഒരാൾക്കൊക്കെ ഈ ഒരു ഫോൺ മേടിച്ചു കൊടുക്കാവുന്നതാണ്. എന്തായാലും ഐറ്റൽ A50C എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.